തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ. ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ആൻഡ് നമ്മളുടെ ഒരു വീഡിയോയിലേക്ക്, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട്, കുറേ കാരണങ്ങൾ കൊണ്ട് ചെയ്തില്ല. അപ്പം നമുക്കറിയാം ഇതൊന്നും റീസൺ അല്ല. അപ്പം ഇനി മാക്സിമം അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് വളരെ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കേരളത്തിലുള്ള എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ സ്നേഹം നിറഞ്ഞൊരു ദിവസമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി ഇങ്ങോട്ട് വാ. ഈ പൂക്കളം എങ്ങനെയുണ്ട് ഇവാൻ? പറയൂ, ഈ പൂക്കളത്തെ പറ്റിയിട്ട് എന്താണ് ഇവാന് പറയാനുള്ളത്? നമ്മൾ എങ്ങനെയാണ് പൂക്കളമൊക്കെ ചെയ്ത് പറഞ്ഞുകൊടു. രാവിലെ മുതൽ നമ്മുടെ പൂക്കളത്തിന്റെ ആ ഒരു ഓട്ടം. ആദ്യമേ നമ്മള് പൂക്കളെല്ലാം വെട്ടിയെടുത്ത് ഇവിടെ ചോക്ക് വെച്ച് വരച്ച് എന്നിട്ട് ഇവിടെ പൂക്കളെല്ലാം വെട്ടി സെറ്റാക്കി. ആ പൂക്കളം എടുക്കുന്ന നേരം നീ എന്താ ചെയ്തോണ്ടിരുന്നു? സത്യം പറയണം. ഫോൺ കണ്ടോണ്ടിരുന്ന ഒരു സഹായം ചെയ്യാതെ നോക്കിക്കൊണ്ടിരുന്ന. പക്ഷെ പൂക്കളം ആരുടെയാണ്? നമ്മുടെ പൂക്കളം. അപ്പൊ അവരെ നോക്കിയിട്ട് എല്ലാവർക്കും ഒരു ഓണാശംസകൾ കൊടുത്ത്. എല്ലാവർക്കും പറഞ്ഞോളൂ. ഓണം ആശംസകൾ. ഇനി വീട്ടിലെ ഏറ്റവും വിശിഷ്ട കാരണവർ അങ്ങനെ പറയണം. അപ്പോൾ വിശിഷ്ട കാരണവരായ മേഴ്സി അവർക്ക് എന്താണ് നമ്മുടെ വ്ളോഗിൽ പറയാനുള്ള? എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസിക്കുന്നു. ഓണം എന്ന് പറയുമ്പോൾ നീ ചിന്നാന്റിനെ കൂടെ വിളിച്ചു. ഞാൻ ഓണം എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ കാലത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ്. കാരണം പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നു, മരത്തിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വന്നു, ഇതുപോലെ പൂക്കളൊക്കെ ഇട്ട് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഹാപ്പി ആയിരുന്നു. ആഹാരമൊക്കെ സദ്യയൊക്കെ ഉണ്ട് സന്തോഷത്തോടെ ഓരോ കളികളൊക്കെ ഏർപ്പെടുന്നതാണ് എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ഓണം. ആ ഒരു ഓണം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞപ്പോൾ അവ എനിക്ക് വേണ്ടി പഴയ കാലത്തെ രീതിയിൽ ഒരു ഓണം എനിക്ക് സമ്മാനിച്ചു. ഇനി ഈ ഊണൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ ഓരോ കൊച്ചു പ്രോഗ്രാം ഒക്കെ ഉണ്ട്. കൊച്ചു പ്രോഗ്രാം. രാവിലെ ഞാൻ ഉറക്കം എണീറ്റിട്ട് പൂ മേടിക്കാന്ന് പറഞ്ഞ് പുറത്തു പോകുമ്പോഴത്തേന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ട വീടെല്ലാം കയറി ഇറങ്ങി കാട് പറക്കും തളികയിലെ ബസ് വരുന്ന കണക്ക് ഒരു 3 പേര് കാട് വിളക്കിക്കൊണ്ട് വരുന്നത്. നാച്ചുറൽ ആയിട്ടുള്ളത് പറിച്ചുകൊണ്ടൊന്ന് ചെയ്യുന്നതാണ് സന്തോഷം. അനുവാദം ചോദിച്ചു. അല്ല, അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ പഴയകാല കുഴപ്പമില്ല. അത് ഇപ്പൊ കലക്ടറിന്റെ ബംഗ്ലാവില്ല, അവിടെ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. ബംഗ്ലാവിൽ നിന്നാണ്, അവിടെ ആരും ഇല്ല ചോദിക്കാൻ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പറിച്ചു, അവരും പറിക്കുന്നു. അപ്പൊ പഴയകാല ആ ഒരു ഓണം വൈബ് കിട്ടിയ? തീർച്ചയായിട്ടും. അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്ത, എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓണമാണ്. ഇനി അടുത്തൊരു ഓണം ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും എല്ലാവരും, എന്റെ സഹോദരിയും അവളുടെ മക്കളും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇതിന് ഒരു കൃപ തന്ന ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതല്ല ഞാൻ ചോദിക്കാൻ വന്നതല്ല. അമ്മയ്ക്ക് ഇപ്പം ഈ ഓണം ഓക്കെ, ഇതിനു മുന്നേ അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓണം, ആ ഓണം ഏത് ഓണമാണ്? അങ്ങനെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ, എന്നാൽ അതിനേക്കാൾ എല്ലാം വേറിട്ട രീതിയിൽ ഈ വർഷം വളരെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം, അത് വിഷമമായിക്കോട്ടെ വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്റെ ഭർത്താവ് കഴിഞ്ഞ ഓണത്തിനല്ലേ കഴിച്ചിട്ട് വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു മനസ്സിനൊരു സങ്കടം ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ ഒരു ട്രാജഡി ആയിപ്പോ അതിന്റെ വിഷമം നമ്മൾ ഈ ഓണത്തിൽ അങ്ങ് തീർത്ത്. ഇപ്പൊ ഒരു കുഴപ്പമില്ല, ദൈവത്തിന്റെ കരുതലോടൊപ്പം കാരുണ്യവും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത മൂത്ത കാരണവരിന്റെ അനിയത്തി കാരണവര്. അപ്പം ബഹുമാനപ്പെട്ട ചിന്നു അവർകളിന് ഓണം എന്ന് പറയുമ്പോഴത്തെ എന്താണ് ഓർമ്മ വരുന്നത്?
ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ നീ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ പൂക്കൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല, ഓരോ വീട്ടിലും പോയി നുള്ളി പറക്കി പിച്ചി എടുത്ത് അതൊരു വലിയൊരു അടിച്ചു മാറ്റുകയെന്ന് പറയാൻ പറ്റത്തില്ല. അവരൊക്കെ നിന്നാലും ഞങ്ങൾ ചോദിച്ചു വാങ്ങും. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പിന്നെ പഴയ ഓണം പോലെ ഒന്നും പറ്റത്തില്ല. പഴയെന്ന് പറഞ്ഞാൽ നമ്മൾ ഊഞ്ഞാലാടും, ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട്, ഒരുപാട് ഇതൊക്കെയായി. ഇപ്പൊ ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഊഞ്ഞാൽ കെട്ടാനുള്ള സൗകര്യങ്ങളില്ല. പിന്നെ ഉള്ളത് വെച്ച് ഇങ്ങനെ അങ്ങ് എന്തായാലും നമ്മൾ ഏത് രീതിയിലാണെങ്കിലും ഓണം നമ്മളങ്ങ് അടിച്ചു പൊളിക്കും. നമ്മുടെ പ്രീമിയം പൂക്കളം അടിപൊളി പ്രീമിയം പൂക്കളം. സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പം ഇനിയാണ് നമുക്ക് ഏറ്റവും ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന്റെ അറിവുകളും വിവരവും ഉള്ള ഒരാളാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണ് ഓണം? ഓണത്തിനൊരു ഐതിഹ്യമുണ്ട്, ഒരു കഥയുണ്ട്. ആ കഥ അറിയോ? മാവേലി. നിങ്ങൾ പറയാ. മാവേലി ഒരു രാജാവായിരുന്നു. അപ്പോ എന്താ ആരായിരുന്നു പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു മാവേലി, സത്യമായിട്ടും. പിന്നെ വാമനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ നിന്ന് കുറെ കോടിക്കണക്ക് പൈസ കൊടുത്തിട്ട് സ്ഥലം ചോദിച്ചു. അപ്പോഴത്തേന് പുള്ളി പറഞ്ഞു ഓക്കെ തരാന്ന് പറഞ്ഞ് എഗ്രിമെന്റ് എല്ലാം എഴുതി കൊടുത്ത്. പക്ഷെ പുള്ളിക്ക് കുറെ നാൾ കഴിഞ്ഞപ്പോൾ പണി പാളി, സ്ഥലമില്ല. അങ്ങനെ നിന്നപ്പോഴത്തേന് വാമനന്റെ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അടി വെക്കും, 3 അടിയിലുള്ള സ്ഥലം പുള്ളിക്ക് കൊടുക്കണം. അങ്ങനെ വാമനൻ എന്ത് ചെയ്ത് ഒരു സൂപ്പർ ഹീറോ വാച്ച് മേടിച്ച് അടിച്ചപ്പോഴത്തേന് പുള്ളി വലുതായി കഴിഞ്ഞപ്പോഴത്തേന് ആളിങ്ങനെ കാല് വെച്ചപ്പോഴത്തേന് മാവേലിയുടെ കയ്യിലുള്ള സ്ഥലം തികയാതെ വന്നപ്പോഴത്തേന് മാവേലി വെട്ട്. മാവേലിയുടെ ആ ഒരു ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാവേലി എന്ത് ചെയ്ത് നിന്നു കൊടുത്തു. അപ്പം പുള്ളി ഇങ്ങനെ നിന്ന് ചവിട്ടിയാണ് താത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു. അതായത് ഇതിന് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വാക്ക് കറക്റ്റായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. എന്താ ഇനി വീട്ടിൽ നീളം കൂടിയ വ്യക്തി മുണ്ടെടുക്കുന്ന. അപ്പൊ ജോജിക്ക് എന്താണ് ഓണം? ജോജിയുടെ ഓണം അറിയാനായിട്ട് നമ്മുടെ ഒരു 500 സംതിങ് സബ്സ്ക്രൈബേഴ്സ് കാത്തിരിക്കുകയാണ്. ജോജിക്ക് എന്താണ് ഓണം? ഓണം കാണാൻ പറ്റും. ഓണം ഉണ്ണണം. എന്താണ് കാണാം? എന്താണ് കാണാം? കണ്ടതെല്ലാം കാണാം. കണ്ടതെല്ലാം കാണാം അല്ലേ? കണ്ടതെല്ലാം കാണാം. അതെല്ലാം വിറ്റ് ഓണം. പിന്നെ നമ്മൾ എസ്പെഷ്യലി പറയേണ്ടത്, എനിക്ക് ഈ ഡ്രസ്സ് ഓണമായിട്ട് നമുക്കൊരു യോക്ക് സ്റ്റോർ എന്ന് പറയുന്ന ഒരു പേജ് നമുക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ്. എസ്പെഷ്യലി കിണ്ടി, നീ പൈസ കൊടുത്ത് നീ മേടിച്ചത്. എസ്പെഷ്യലി എനിക്ക് നന്ദി പറയേണ്ടത് ശാരിക സജീവനോടാണ്. എനിക്ക് ഉടുപ്പ് മേടിച്ചു തന്ന ശാരിക സജീവന് ഒരു 10 സെക്കൻഡിനിടയ്ക്ക് അവൻ 4 തവണ ഉണ്ടെടുത്ത്. ഇനി ശാരിക സജീവനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനി എന്താണ് നമ്മളെ പരിപാടി എന്നാണ് ഇന്ന് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്തപ്പൂക്കളൊക്കെ ഇട്ട് നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് അത്തപ്പൂക്കൾ ഇട്ടത്. കാരണം എല്ലാത്തിനും ഒരു ജോമോനേ ഉള്ളൂ. അങ്ങനെ മൊത്തം നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഇപ്പൊ എല്ലാരെയും വിളിച്ചിരുത്തി, ഇവരൊക്കെ ഡ്രസ്സൊക്കെ മാറിയതാണ്, എല്ലാത്തിനും പിടിച്ചിരുത്തി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട്. പണ്ട് നമ്മൾ സീരിയലിലാണ് കാണുന്നത് ഈ സാരിയൊക്കെ ഉടുത്ത് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ജോലി ഒതുങ്ങി, പായസം വെച്ചോണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ പോയി സാരി ഉടുത്ത് ഇതിന് വേണ്ടി വന്ന് ഞങ്ങൾ നിൽക്കുകയാണ്. ഇനി സാരിയോടെ ചെന്ന് വേണം പായസം ഉണ്ടാക്കാൻ. ഈ എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ലൈക്ക് അടിക്കണം അതിന്റെ ഇടയിൽ കൂടെ. ഇതാണ് നമ്മുടെ എഫേർട്ട്. അപ്പം ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളത്? അപ്പൊ നമ്മള് എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ഓണാശംസകളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു. അപ്പോൾ ഇതിന്റെ കൂടെ ഇന്ന് നമ്മുടെ കൂടെ ഇത്രയും പേര്, അതായത് ഇവാൻ, മേഴ്സി, ചിന്നു, ജോജി, അനു, പിന്നെ ജോമോൻ, പിന്നെ നമ്മുടെ കൂടെ ക്യാമറ വാടാ. നീ പറ, എനിക്കിഷ്ടമല്ല അത്. വാടാ എല്ലാരും വാ, നീ ജസ്റ്റ് വന്നാ മതി. ഇങ്ങോട്ട് നീ വാ. അവരുടെ കൂടെ ഇല്ല, അവരുടെ കൂടെ ഒന്നും ഇല്ല. നമ്മുടെ കൂടെ നമ്മുടെ എന്താണ് ജിജിക്ക് ഓണമായിട്ട് എല്ലാരും ഒന്ന് വിഷയം ഇൻട്രോവേർട്ട് ആവാ. ഓക്കെ, അപ്പൊ നമ്മുടെ അവിടെ ജിജി ഉണ്ട്. ഇതാണ് നമ്മുടെ പപ്പ. ചിരിച്ചൊരു ഹാപ്പി ഓണം. ഓക്കെ, പിടി. അപ്പൊ ഇനി നമുക്ക് നേരെ ഇനി സദ്യയല്ലേ കഴിച്ചിട്ട് പിന്നെ കളികള്. ഇപ്പൊ സത്യത്തില് നമുക്കറിയത്തില്ല എത്ര കുടുംബത്തിൽ ഇതുപോലെ ഇങ്ങനെ ഓണമൊക്കെ എല്ലാരും അല്ലെ ആഘോഷിക്കുന്നത്.
കുറവാണ്, വളരെ കുറവാണ് എല്ലാവരും. പിന്നെ പോരാത്തതിന് ഇപ്പം എല്ലാം കടകളിലൊക്കെ ഊണ് ഫുള്ള് ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പം നമ്മുടെ കുടുംബത്തിൽ എന്ത് ചെയ്ത് നമ്മളെല്ലാവരും കൂടി സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മളൊരു സദ്യ ചേർത്ത് വെച്ച് നമ്മളെല്ലാവരും വട്ടത്തിരുന്ന് സദ്യ കഴിച്ച് നമ്മൾ ഓണം ആഘോഷിക്കും. ഇതൊക്കെ ഇപ്പോൾ എത്ര കുടുംബത്തിൽ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യചിഹ്നമാണ്. എല്ലാവരും ഒന്നും ആഘോഷിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ സ്വന്തം എൻ്റെ കുടുംബം വ്യത്യസ്തമാകുന്നത്. അവിടെയാണ് അമ്മയുടെ അമ്മ ഒരുക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇല്ല വാ. അപ്പം അമ്മ എന്ന് പറഞ്ഞാൽ തനി അമ്മ എന്നാ അമ്മയ്ക്ക് മൈക്ക് നമ്മൾ അമ്മയ്ക്ക് കൈമാറുവാണ്. ഇല്ല അമ്മ പറ, സംസാരിക്കും. എന്തൊക്കെ ഐറ്റം ഉണ്ട്? ഇത് സാമ്പാറ്, ഇത് അവിയല്, ഇത് മാങ്ങാച്ചാറ്, ഇത് ക്യാരറ്റ് വിഴുക്ക് വരട്ടിയത്, ബീട്രൂട്ട്, ഇത് ക്യാരറ്റ് തോരൻ, ഇത് കാബേജ്, വെണ്ടയ്ക്ക, പച്ചടി, ഇഞ്ചി അച്ചാറ്, പരിപ്പ് കറി. ഇനി 2 കൂട്ടം അവിടെ ഇരിക്കുകയാണ്. ഇത് സേമിയ, പപ്പടവും പായസവും ഒക്കെ അവിടെ അപ്പുറത്തും ഇരിക്കും. ഓക്കെ, നമ്മൾ 2 വീട്ടുകാരും കൂടി ചേർന്ന് കുറച്ചല്ലേ കുറച്ചായിട്ട് അവിടെ ബാക്കി കുറച്ച് ഇവിടെ. അപ്പൊ നമ്മളെല്ലാരും ചേർത്ത് വെച്ചിട്ട് ഒറ്റ ട്രിപ്പില് നമ്മളെല്ലാരും കൂടി ഇരുന്ന ഒരു അറുമാത അടിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ നമ്മൾ കഴിക്കുന്ന വിഷ്വൽസ് ഒക്കെ ഇപ്പൊ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓണത്തിന്റെ മെയിൻ ഭാഗമായ നമ്മുടെ സദ്യ എൻ്റെ അമ്മ ആൻറ്റി എല്ലാവരും കൂടി ഒരുക്കി ചേർത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന സദ്യ നമ്മൾ കഴിക്കാൻ പോവാണ്. ഒന്നിട്ടിട്ട് കാണില്ല. ഇവാൻ, എങ്ങനെയുണ്ട് സദ്യ? ഈ ഓണം എങ്ങനെയുണ്ട് നിനക്ക്? കൊള്ളാം. ഈ സദ്യയിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാ? സദ്യയില് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം. ഇത്രയും പേർക്ക് സദ്യ വെക്കുമ്പോഴത്തേന് അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവം, സദ്യ സന്തോഷമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രയും പേർക്ക് ചെയ്യുമ്പോ അതൊരു ആനന്ദമല്ലേടാ. അതൊക്കെയാണ്. അതുകൊണ്ട് ഞാനും ചിന്നു നിങ്ങൾ 2 പേരും കൂടി ചേർന്ന് മൂലയിലേ പോയി. ചിന്നാൻറ്റിക്ക് എന്താ പറയാനുള്ള? ചിന്നാൻറ്റി പറ. എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇരുന്ന് കഴിക്കുന്നത്. ഈ വർഷം കുറച്ചുകൂടി നിങ്ങളും കൂടെ ഉണ്ട്. സന്തോഷം. അതാണ് ഈ വർഷം നമ്മള് വ്ളോഗൊക്കെ തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പൊ നമ്മുടെ ഓണം ആദ്യമായിട്ട് വിഷ്വലി കാണിക്കുന്നു അല്ലേ? പിന്നെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്. ചിന്നാൻറ്റി മിസ് ചെയ്യുന്ന ഒരാള്, ചിന്നാൻറ്റിയുടെ ഹസ്ബൻഡ് ബിനുങ്ങള്. ഒരുപാട് മിസ് ചെയ്യുന്നു. പിന്നെ എല്ലാം ഇതുവരെ കാണിച്ചൊക്കെ കൊടുത്തു. സന്തോഷം. അവിടെ പിന്നെ ഓണമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പ്രവാസികളുടെ ഒരു ദുഃഖമാണ്. ദുഃഖം, വളരെ ദുഃഖമാണ്. എന്നാലും ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലേ ഇത് എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ടും കൂടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം. അവരവരുടെ ഫാമിലിയൊക്കെ വിട്ട് ദൂരെ പോയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലേ ഒരുമിച്ച് ഇത്രയും പേരിരുന്ന് കഴിക്കുന്നതിൽ ആ ഒരാൾ മാത്രം നമ്മൾ മിസ് ചെയ്യുന്നു, ആൾ നമ്മളെല്ലാവരെയും മിസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഓണം, ഈ ഒരു സദ്യ എല്ലാം നമ്മൾ അവർക്കും കൂടി വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെല്ലാവരും സദ്യ കഴിക്കാൻ പോവാണ്. സദ്യ കഴിച്ചിട്ട് കാണാം. ഇതിനകത്ത് സ്നേഹം മിക്സ് ചെയ്തിട്ടുള്ള സദ്യയാണ്. അപ്പോൾ ഇതിനകത്ത് സ്നേഹം വാങ്ങിച്ചില്ലല്ലോ. വാങ്ങിച്ചില്ല. അപ്പം ഞാൻ ജയിച്ചു. അപ്പോൾ പിന്നെയും നമ്മൾ സദ്യയൊക്കെ കഴിച്ച് ക്ഷീണിച്ച് മത്തടിച്ച്, എനിക്ക് തോന്നുന്നു ആൽക്കഹോളിനില്ല ഇത്രയും കിക്ക് അല്ലേ? ആ കിക്ക് അമ്മയുടെ നിങ്ങളുടെ പായസത്തിൽ നിന്ന് കിട്ടി. അപ്പൊ കിറങ്ങി അടിച്ചിരിക്കുമ്പം നമ്മളിപ്പോ നിലവില് ഒരു പാട്ടൊക്കെ പാടി അന്താക്ഷരി അല്ലേ, അതല്ലേ പേര്? അന്താക്ഷരി കളിച്ച് അങ്ങനെ ഒരു വൈബിലോട്ട് പോവാന്ന് വിചാരിച്ചു. അമ്മയടുത്ത് നമുക്കപ്പം അന്താക്ഷരി കളി തുടങ്ങാം. അന്താക്ഷരി. അപ്പം അമ്മ ഫസ്റ്റ് ഒരു പാട്ട് പാടി തുടങ്ങും. അമ്മ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടണം. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ല
ലായ ശില്പം നീ അല്ലേ? അല്ലല്ല നീയല്ലേ എന്ന് പറയുമ്പോ ലാ ലാ നാ നാ നാ. നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല മാരിവില്ലോ നിന്റെ വർണ്ണമാല ജാതമാല രാധമാലേ? മാല ആണ് അപ്പൊ മാണിക്യ മലരായ പൂവേ കൊട്ടാരം ഇത് റോ ഫയലാണ്. ഇത് കട്ട് ചെയ്തില്ലമ്മ. പ്രേക്ഷകരെല്ലാം അറിയും അമ്മയുടെ കഴിയുണ്ടോ. മാമ പാടാം മാവച്ച് പാടാം. ഇപ്പൊ പാടിയ പാട്ടിന് പാട്. മാമ്പഴം മാമ്പഴം സേലത്ത് മാമ്പഴം ഇതാണ് അടടാ. അടടാ വീണ്ടും മായ. മിഴിയഴക് മൊഴിയും രാധാ. നിങ്ങൾ പാടുന്നില്ലേ? എല്ലാരും പാടുന്നില്ലേ? അങ്ങനെ നിങ്ങളൊരു പക്ഷാഭേദം കാണിക്കാൻ ഒരു മിഴിയഴക് നിറയും രാധാ മൊഴിയഴക് മൊഴിയും രാധാ കണ്ണന്റെ മനസ്സിൽ വന്നിരുന്നവൾ നീലക്കടമ്പൻ ചോട്ട് നീയിരുന്നു നീലകവർണ്ണന ഞാൻ വരുന്നു ഓരക്കുഴലെടുത്തു ഞാൻ ഊരിപ്പാടാവേ ഓരക്കുഴലെടുത്തു ഞാൻ ഊരിപ്പാടാവേ ആനന്ദി അഴക് മൊഴിയും രാധാ മൊഴിയും രാധാ കണ്ണന്റെ മനസ്സിൽ വന്നിരുന്നവൾ. അത് വാവു ഞാൻ അല്ലാണ്ട് വന്നിടുന്നവൾ. ആ അമ്പാടിയോ കളിക്കടാ. നിന്നെ കാണാനായിട്ട് എന്തോരം പ്രേക്ഷകരെ ഇരിക്കുന്നറിയോ. നീ കളിക്ക്, നീ നല്ലതല്ല കളിക്കും. നല്ലൊരു അല്ലല്ല വാവ ചാക്ഷരം വെച്ചാണ് പാടിയത്. എന്റെ കൂടെ ഈ നാഞ്ചെറിയുന്നവൾ നീ നക്ഷത്തിരത്തൂവൽ നീ നടമാടുമാടൽ പൂവൽ അമ്മ പറയുന്നിട്ട് അമ്മ സ്റ്റാൻഡേർഡ്. അമ്മ ഒരു 5 വർഷമായിട്ട് ഉല്ലാസ പൂട്ടിനെയും പാടിക്കൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ സ്പീക്കറിൽ പാട്ടിടാൻ പറഞ്ഞ അമ്മ അപ്പോഴേ ഹവാഹവായി. അമ്മ ഒരു ഗെയിം കളിക്കുമ്പോഴത്തേക്ക് നാരങ്ങ സ്പൂണി എന്തിനാണ് വെക്കുന്നത്? ഓടുമ്പോ പോവാതിരിക്കാനാ പോവാൻ. അമ്മ പറയുന്നത് സ്പൂണിനകത്ത് ഉപ്പേരി വെച്ചിട്ടോടെ. ചെറിയ സ്പൂൺ ഉണ്ടല്ലോ ചെറുത്, 4-5 മതി. 2 സ്റ്റെപ്പ് നന്നാലും എരി വെച്ച് ഓടിയാ മതി. അമ്മ പറയുന്നത് ഇല്ല അമ്മ പറയുന്നത് നാരങ്ങ നമുക്ക് സ്പൂണിനകത്ത് ഉപ്പേരി വെച്ചിട്ട് ഓടാം. ഓണത്തിന്റെ പായസമൊക്കെ അടിച്ച് കിറങ്ങി. സത്യം പറഞ്ഞു ഞാൻ വരാം, ഒരു പൈന്റ് ഫുള്ളിരുന്ന് അടിക്കുന്ന ഒരു തവണ ഓർമ്മത്തില്ല. ഉറക്കക്ഷീണം രാത്രി. അമ്മ എന്താ അടിച്ചു? ഞാൻ 2 മണിക്ക് വരെ ജോലി ചെയ്തു. ഉദിക്ക് പറക്കി വെച്ചു. അമ്മ മറ്റേ ഇതാണ് പെട്ടെന്നുണ്ടല്ലോ. ഞാൻ ഇത്ര മൈക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നേരം 2 മണി വരെ ജോലിയൊക്കെ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് തിരിച്ചു ഇനി മത്തടിച്ചല്ല മോനെ, ഇത് ഉറക്കക്ഷീണമാണ്. ഈ ഓണത്തിന്റെ ഒരുക്കത്തിന് വേണ്ടി നാളുകളായി പ്രയത്നിച്ചും അധ്വാനിച്ചും ഒരു മുണ്ടുണ്ടെങ്കിൽ എടുത്തിട്ട് വരും. അമ്മക്ക് പൊന്നാട ഇട്ട് കൊടുക്കും.
അല്ലാതെ അത് കാരണം കാണുമ്പോ നിക്കർ ചെറിയ നിക്കറ പറ. റോബറി റോബറി അമ്മയാണ് 2 ദിവസം മുന്നേ ഇരുന്നിട്ട് ഭയങ്കര റോബറി. എന്റെ ഫോണ് വെക്കാൻ വയ്യ. ക്യാമറ ഓൺ തന്നെ ചോജി. ഫോൺ ഇവിടെ ഉണ്ട്. അമ്മയാണ് 2 ദിവസം മുന്നേ ഓണത്തിന് ഇങ്ങനെ വേണം, ഓണത്തിന് അങ്ങനെ വേണം. തമന്ന കഴിഞ്ഞ ഇത് കണക്ക് ക്യൂട്ട് കാണിക്കുന്ന ഫോട്ടോ ക്യൂട്ട്നെസ്. തമിഴ ഫുള്ളും കാണിക്കുന്ന മൊത്തം തമന്നയൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഫോട്ടോ ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇത് തീരുമ്പോ കാണിച്ചുതരാം ഞാൻ. നാഗാർജുനന്റെ കൂടെ അഭിനയിച്ച ഒരു പടത്തിലുണ്ട്. കോട്ടുവാ വന്നപ്പോ കോട്ടുവാ അവ ഇത്ര നേരം ബാധിച്ചത് അമ്മയ്ക്ക് വേണ്ടി. അമ്മ പറയുന്നത് ഞാൻ കാണിച്ചു തരാം വീഡിയോ. അപ്പൊ നില്ല പൈസ അപ്പം കുറച്ചു നേരത്തെ പാട്ടും സദ്യയും കിറുങ്ങുന്ന പായസമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം അത് കുഴപ്പമില്ല ഗെയിമിൻ്റെ സെക്ഷനിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഏത് ഗെയിം വേണം? നാരങ്ങ. അപ്പോൾ നമ്മൾ ഗെയിമിന് വേണ്ടിയിട്ടുള്ള നാരങ്ങ സ്പൂൺ എടുത്തിട്ടോ ഗെയിമിന് വേണ്ടിയിട്ടുള്ള നാരങ്ങ സ്പൂണ് എല്ലാം സെറ്റാണ്. അപ്പം ഇതിനിടയിൽ കൂടെ കുറച്ച് നേരത്തെ നൈറ്റ് വേറെ ആയിരുന്നു. ഇപ്പം പറഞ്ഞു കൊടുക്കും ഞാൻ. കുറച്ച് നേരത്തെ നൈറ്റി വേറെ ആയിരുന്നു. അപ്പോൾ ലുക്ക് കുറച്ച് പോരാന്നും പറഞ്ഞിട്ട് നൈറ്റി കുപ്പിവളക്കിലുകിലുകിലുങ്ങാണല്ലോ കുപ്പിവളയൊക്കെ ഇട്ട് അമ്മ പിന്നെയും സുന്ദരിയായി മേക്കപ്പ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ വാ 5 പേര്, ആദ്യം 5 പേര്. വാ ഇപ്പുറത്തോട്ട് വാ. അമ്പാടി, ഇവാൻ, അനു, ഇവർ 5 പേര്. ഇവര് 4. ജിജീനെ ഈ കൂട്ടത്തിൽ കയറ്റാം. കുഴപ്പമില്ല. പ്രിയാൻ്റെ വരുന്നില്ല. 2 പേരെ വെച്ചാൽ ഇവര് 4 പേരും പോട്ടറാ. കോമ്പറ്റീഷൻ നാരങ്ങ വെച്ചോട്. നമ്മുടെ ഇന്റർലോക്കിന്റെ കറക്റ്റ് അറ്റത്ത് അവിടെ നില്ല്. കൊടി പൂരം കേറാൻ വേണ്ടി പോവാണ്, മനസ്സിലായ? പൂരം സോറി തെറ്റിപ്പോയി. അപ്പൊ പൂരം കൊടി കയറാൻ പോവാണ്. ഇവാനെ എന്ത് വന്നു കഴിഞ്ഞാലും നീ ജയിക്കണം. ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മൂന്നുപേരെയും വായനെടുക്ക. എന്നിട്ട് പറ, ഇവരെ 3 പേരെയും ജയിപ്പിക്കുവോ നീ? പിന്നെ ക്യാമറ നോക്കി പറ. തോക്കും. പിന്നെ അല്ല, അമ്പാടിക്ക് എന്താ പറയാനുള്ള ഇങ്ങനെ ഒരു കോമ്പറ്റീഷന്റെ ഇടയില് ഒരു ഉഷാറാവും നീ. ഇവരെ തോപ്പിക്കോ ജയിക്കുവോ നീ? ആര് ജയിക്കും? നീയും അനു എന്ന് പറഞ്ഞ ഇവിടെ ടീം കളിയില്ല. പ്രാക്ടീസ് ഹൊയ്യറ ഹൊയ്യ ഹൊയ്യാ ആ ഹൊയ്യറ ഹൊയ്യ ഹൊയ്യാ ഹൊയ്യറ ഹൊയ്യ ഹൊയ്യാ. ആ മതി വാ മതി. പ്രാക്ടീസ് കഴിഞ്ഞു പോ. വാ തിരിച്ചു വാ. വന്ന് നിക്ക്. എടേ ആ പറക്കടാ. അമ്പാടി ഔട്ടേ. ഓ ഇവാൻ ഔട്ടേ. ആ മീനു ആനു ആ ഹൊയ്യറ ഹൊയ്യ ഹൊയ്യാ ഹൊയ്യറ ഹൊയ്യ ഹൊയ്യാ ഹൊയ്യറ. രണ്ടുപേരും ഒരുമിച്ച് ഇവർ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്തിട്ട് മനഃപൂർവ്വം കാണിച്ച കണക്കാണ് എനിക്ക് തോന്നുന്നില്ല.
ആ വാ പോ വാ. ഇമാതിരി പരിപാടി ഇവർ രണ്ടുപേരും ഓൾറെഡി കളിക്കുമ്പോ ഞാനും അനുവും ജയിക്കും ഇത് പറ്റത്തില്ല. ഇവിടെ ഇൻഡിവിജ്വൽ കളിയാണുള്ളത്. നടന്നു വന്നു ഞാൻ നോക്കിയപ്പോ എടക്കണം അനു കേറനു അനു ഇങ്ങനെ നടക്കുന്നതാണ് നടന്നു വന്നത്. പോ ഈ ലൈനിൽ നിന്നാ ഈ ലൈനിൽ നിർത്തും. ഒരുപാട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആ മതലിന്റെ അപ്പുറത്ത് ഇറങ്ങും. എന്നിട്ട് നാരങ്ങ സ്പൂണി വെച്ചിട്ട് ചാടിയിട്ട് വാ. മാറ് ഇവ മാറ്. നിങ്ങൾ രണ്ടുപേരും ഔട്ടായതാ. നിങ്ങൾ ഇവിടെ നില്ല്. കൈ അടിക്കണം. ഓക്കെ ആ റെഡിയാണോ? അങ്ങനെ നിന്നോ പറയുമ്പോ. മീന് കയറി. ഫസ്റ്റ് സെക്കൻഡ് ആയില്ല. ഇതിനകത്ത് ഒരാള്. ഇനി അടുത്ത നമ്മള് വാ. ഇല്ലില്ല പോടാ ചുമ്മാ ഇരടാ. അങ്ങനെ നീ കളിക്കുന്നില്ല ജി? കളിയടാ. ഒരു കളിയെങ്കിലും കളിക്കടാ ജി. ഗെയിം കളിക്കാൻ ഒരു ഗെയിം തോറ്റതിനെ പറ്റിയിട്ട് ഈ നിമിഷത്തിൽ തോറ്റ് തുന്നമ്പാറി നിൽക്കുമ്പോഴത്തേന് ഇവാൻ എന്താ പറയാനുള്ള? എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? അതായത് തോൽവിയിൽ നിന്നാണ് നമ്മൾ വിജയം ഉണ്ടാക്കുന്നത്. അപ്പൊ തോറ്റ് തുന്നമ്പാറി നിൽക്കുമ്പോൾ നിനക്ക് എന്താ പറയാനുള്ള? ഒന്നും പറയാനില്ല. ജയിച്ചിട്ട് സംസാരിക്കാം അല്ലേ? നോക്കടി വേറെ കറണ്ട് വേണ്ടവണ്ണേ വേണ്ടത് മതി. ചെറുത് പോകും. പറക്കുന്നു ഞാൻ. നിങ്ങളെ സ്റ്റാർട്ട് പറയണേ. പരസ്പരം നോക്കിയാ ചിരിക്കും ഉറപ്പാ. സെക്കൻഡ് ഇല്ല മാറിക്കോ. ഇപ്പൊ വാടാ കളത്തിലോട്ട് വാടാ. ഏത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കടിച്ചാണ് പിടിച്ച അങ്ങേറ്റത്ത്. വിജയദശമിയിൽ നിൽക്കുമ്പോൾ ജോമോൻ ഇല്ലില്ല. ക്യാമറ നോക്കാം. എന്തോ ഉറപ്പാണോ? ക്യാമറയിൽ ഫുള്ള് ഇട്ടോ? ഇല്ല കുഴപ്പമില്ല. അവള് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. വലിഞ്ഞ് നീണ്ടി പോകും. മീനു ജയിച്ചു കൊടു. എന്ത് ഗിഫ്റ്റ് ഇല്ലാത്ത കളിയാണ്. എന്തുകൊണ്ട് എന്ത് കൊടുക്കാം? അമ്മ എന്ത് കൊടുക്കും? വീട്ടിലുള്ളതിൽ എന്തെങ്കിലും കൊടുക്കാൻ കഴിക്കുന്നത്.